നിത്യവും ജപിക്കാം ഈ 10 മന്ത്രങ്ങൾ. ദേവീദേവന്മാരെ ഉപാസിക്കാൻ പ്രീതിപ്പെടുത്താൻ അനേകം മന്ത്രങ്ങളുണ്ട്. ഏതൊരു മന്ത്രവും ശുദ്ധിയോടെയും വൃത്തിയോടെയും നിഷ്ഠയോടെയും ഏകാഗ്രതയോടെയും ജപിച്ചാൽ തീർച്ചയായും ഉത്തമ ഫലം ലഭിക്കും. നിത്യവും ജപിക്കാവുന്ന 10 മന്ത്രങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേത് ഗണപതി ഭഗവാന്റെ മന്ത്രമാണ്. തടസ്സങ്ങളെല്ലാം അകറ്റാൻ ശ്രീ പരമേശ്വരൻ്റെയും പാർവതീദേവിയുടെയും പുത്രനായ ഗണേശ ഭഗവാനെ വണങ്ങി നിത്യവും മൂലമന്ത്രം ജപിക്കുന്നതിലൂടെ എല്ലാ സങ്കടങ്ങളും വിഘ്നേശ്വരൻ അകറ്റും. ഭഗവാന്റെ മൂലമന്ത്രം ഇതാണ്: ഓം ഗം ഗണപതയേ നമ. ഭഗവാന്റെ മൂലമന്ത്രം നിത്യവും 108 തവണ ചൊല്ലുക. തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്ത മന്ത്രം ഇഷ്ടകാര്യസിദ്ധിക്ക് ജപിക്കേണ്ട ശ്രീകൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ്. ഇഷ്ടകാര്യസിദ്ധിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ശ്രീകൃഷ്ണ മന്ത്രം 108 തവണ വീതം നിത്യവും 2 നേരവും ജപിക്കുക. തടസ്സങ്ങളെല്ലാം അകന്ന് ഇഷ്ടകാര്യസിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ ഈ ദ്വാദശാക്ഷര മന്ത്രജപം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം നിത്യവും 2 നേരം 108 തവണ ചൊല്ലുന്നതും ഇഷ്ടകാര്യസിദ്ധിക്ക് ഗുണകരമായ മറ്റൊരു മന്ത്രമാണ്. അടുത്തത് ദുരിതങ്ങളെല്ലാം തീർക്കാൻ ദുർഗാമന്ത്രം നിത്യവും ജപിക്കാം. ദുരിതങ്ങൾ അകലുന്നതിനും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അലച്ചിലുകളും എല്ലാം മാറുന്നതിന് ദുർഗാമന്ത്രം വളരെ നല്ലതാണ്. നിത്യവും 2 നേരം 28 ദിവസം 36 തവണ വീതം ചൊല്ലുക. 2 നേരവും 36 തവണ വീതം ചൊല്ലുക. 21 ദിവസം കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എന്നിരുന്നാലും ജപം മുടക്കരുത്, ജപം തുടരുക. മന്ത്രം ഇതാണ്: ഓം ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ. ദുർഗാദേവിയുടെ ഈ മന്ത്രം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്ത മന്ത്രം സ്വയംവര മന്ത്രമാണ്. പാർവതീദേവിയെയാണ് സ്വയംവര മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത്. സർവവശ്യമാണ് സ്വയംവര മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫലം. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഉത്തമമാണ് ഈ മന്ത്രജപം. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. മറ്റുള്ളവർ ഈ മന്ത്രം പതിവായി ജപിച്ചാൽ സകല കാര്യങ്ങളിലും വിജയമുണ്ടാകും, ആകർഷകത്വവും ഉണ്ടാകും. കുറഞ്ഞത് 8 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കണം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ. നിത്യവും 8 തവണ ജപിക്കുക. അടുത്ത മന്ത്രം ഐശ്വര്യത്തിന് വേണ്ടി മഹാലക്ഷ്മി മന്ത്രം നിത്യവും ജപിക്കാം. ജീവിതം ഐശ്വര്യസമൃദ്ധമാകാൻ, സമ്പത്തും ധനസമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ മഹാലക്ഷ്മി മൂലമന്ത്രം നിത്യവും 108 തവണ ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം ശ്രീം നമ. അടുത്തത് വിദ്യാപുരോഗതിക്ക് ജപിക്കേണ്ട സരസ്വതി മന്ത്രമാണ്. ഓം സം സരസ്വതേ നമ എന്ന സരസ്വതി ദേവിയുടെ മൂലമന്ത്രം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 108 തവണ മുടങ്ങാതെ ജപിക്കുക. സരസ്വതി ദേവിയുടെ കാരുണ്യത്താൽ ബുദ്ധിശക്തി വികസിക്കും, ഓർമ്മശക്തി കൂടും, അലസതയും മടിയും ഒഴിഞ്ഞുമാറി പഠിക്കുവാൻ ഉത്സാഹമുണ്ടാകും. അടുത്ത മന്ത്രം ആഗ്രഹ സാഫല്യത്തിന് നിത്യവും ജപിക്കേണ്ട ലക്ഷ്മി നാരായണ മന്ത്രത്തെക്കുറിച്ചാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതിന് ഉത്തമമാണ് ലക്ഷ്മി നാരായണ മന്ത്രജപം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കഴിയുന്നത്ര തവണ ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം ശ്രീം നമോ നാരായണായ. അടുത്ത മന്ത്രം ദീർഘായുസിന് വേണ്ടി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. രോഗശമനത്തിനും അകാല മൃത്യുവും അപകട മരണവും എല്ലാം ഒഴിഞ്ഞു പോകുന്നതിനും കാലൻ്റെ കാലനായ ശിവഭഗവാനെ ഉപാസിക്കുന്നതിന് അത്ഭുത മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ഏറെ അനുഭവസിദ്ധമായ മന്ത്രമാണിത്. ഇതുകൊണ്ട് അർച്ചനയും പൂജയും ഹോമവും എല്ലാം നടത്താം. ഈ മന്ത്രം നിത്യവും ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. രോഗമുക്തിക്ക് ജപിക്കേണ്ട മന്ത്രമാണ്. അടുത്തത് ധന്വന്തരി മന്ത്രം. രോഗമുക്തിക്ക് ധന്വന്തരി മന്ത്രവും ജപിക്കാം. ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവനായ ധന്വന്തരി മൂർത്തിയെ രോഗാരിഷ്ടതകൾ അകറ്റാൻ ഉപാസിക്കുന്നത് ഉത്തമമാണ്. എന്നും പ്രഭാതത്തിൽ കഴിയുന്നത്ര തവണ ധന്വന്തരി മൂർത്തി മന്ത്രം ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരമൂർത്തേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ. ഈ മന്ത്രം
നിത്യവും ജപിക്കാം. രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10 മന്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിത്യവും ജപിക്കാവുന്ന 10 മന്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.